ഒരു 8 വർഷമായിട്ട് അമ്പലവയല് RARSലെ പൂപ്പൊലിയിലുള്ള എല്ലാ ആർട്ട് വർക്ക് സ്റ്റാറ്റ്യൂസ് ഒക്കെ ഉള്ളത് നമുക്ക് നമ്മുടെ വയനാട്ടിലെ പണിയാസിൽപ്പെട്ട അതിലൊരു മുത്തശ്ശിയുടെ ഒരു പീസായിട്ട് അത് വർക്ക് ചെയ്തേക്കണത്. കയ്യ് ഗുരുവിന്റെ തോടെയാണ്. ഇത് മരം ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. നമുക്ക് അവിടെ കൊണ്ട് ചെയ്യാനുള്ള സമയത്തിന്റെ ഒരു വിഷയം കാരണം ഈ മരം അടക്കാണോ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്? മരം അടക്കാൻ കൊണ്ടുപോകണം. ടൈഗർ എത്ര വലിപ്പത്തിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിനെക്കാട്ടും ഒരു 10 സെന്റിമീറ്ററോട് ഹൈറ്റ് ഉള്ള ടൈഗർ ഉണ്ട്. ഇതിനെക്കാട്ടും 10 സെന്റിമീറ്ററോട് ഹൈറ്റ് ഉള്ള കാട്ടിയുണ്ട്. ഒറിജിനൽ നമ്മളെന്നുള്ളത് വയനാട്ടിലല്ല അറിയാലോ, പ്രത്യേകിച്ചും എല്ലാ സൈസ് മൃഗങ്ങളെ ഇഷ്ടം പോലെ യഥേഷ്ടം കിട്ടാനുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് ഒരു മാൻകുട്ടിനെ വാങ്ങി. അതിൻ്റെ അമ്മയും അപ്പനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കാട്ടി വേണമെങ്കിൽ അതുണ്ട്, ഇനി പെരുമ്പാമ്പ് വേണമെങ്കിൽ അതുണ്ട്, കടുവ വേണമെങ്കിൽ അതുണ്ട്, പുലി വേണമെങ്കിൽ അതുണ്ട്. എന്തും കിട്ടുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് നമ്മുടെ തമിഴ്നാടും അല്ലെങ്കിൽ വയനാടൊക്കെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇപ്പോൾ മുള്ളൻകൊല്ലി വേലായുധനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു സ്ഥലത്ത് അദ്ദേഹമായിരുന്നു സ്റ്റാറെങ്കിൽ ഇവിടെ അയ്യൻകൊല്ലിയിൽ ബേബേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് സ്റ്റാർ. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രാവശ്യം വീഡിയോസ് വന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഇതെന്തായാലും നമ്മുടെ പൂപ്പൊലി, വയനാട്ടിലെ പൂപ്പൊലി എല്ലാവർക്കും അറിയുന്നതാണ്. ആ പൂപ്പൊലിയിലേക്ക് പോകേണ്ട ഓരോരോ സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും വർക്ക് ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. ഫിനിഷ് ആവുന്നേ ഉള്ളൂ. കാരണം 4-ാം തീയതിയിലേക്കാണ് ആവേണ്ടത്. അതിൻ്റെ തകൃതിയായ വർക്കാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിനിഷ് ആവുന്നതിന് മുമ്പ് പോലും ഇത്രയും പെർഫെക്ഷൻ മാത്രമല്ല, ഇതിൻ്റെ ഒരു സൈസ് കണ്ടില്ല. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു ഒറ്റ വ്യക്തി മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതാണെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ബേബേട്ടാ വർക്കിലാണല്ലേ? ഇത് മൃഗങ്ങളായിട്ട് 5 വകയിലുള്ളത്. പിന്നെ നമ്മളൊരു ട്രൈബല് നമ്മുടെ വയനാട്ടിലെ പണിയാസിൽപ്പെട്ട അതിലൊരു മുത്തശ്ശിയുടെ ഒരു ഇതുണ്ട്, സ്റ്റാച്യൂസ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വർക്ക് 11 അടി ഹൈറ്റ് ഉള്ള ഒരു മുത്തശ്ശിയാണ്. ആണ്. അപ്പോൾ ഏകദേശം ഇതിന്റെ ഒക്കെ ഒപ്പം വരും. അല്ല, ഇതിനെക്കൊണ്ട് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടാവും. ഇനിയും കൂടുതലുണ്ടാവും. ഇതിന്റെ ഫേസ് കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ തൽക്കാലം ആയ അത്രയും. ഇത് പീസായിട്ട് അത് വർക്ക് ചെയ്തേക്കണത്. ഇത് പല്ല് ഇതാ പോയതുണ്ട്. അതേപോലെ തന്നെ ഇത് അവരുടെ പഴയ ട്രൈബ് കമ്മല്, ഇത് കുന്നിക്കുരുവിന്റെ കമ്മലാണ്. അപ്പൊ ഇത് ഇതായി ഫുൾ ഫിനിഷ് ആയി വരുമ്പോ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതില് ഫിഗറിൽ വരാനുള്ള കളറാണ്. പിന്നെ മുടീന്റെ വർക്ക് ഉണ്ട്. മുടീന്റെ വർക്ക് എന്തായാലും മൂക്കുത്തി വരെ പെർഫെക്ഷൻ ആണെന്ന് പറയാം. ഇത് ഒരു 8 വർഷമായിട്ട് അമ്പലവയല് RARSലെ പൂപ്പൊലിയിലുള്ള എല്ലാ ആർട്ട് വർക്ക് സ്റ്റാറ്റ്യൂസ് ഒക്കെ ഉള്ളത് നമുക്കത് ഷോപ്പ് ഇട്ട് അതൊരു പണിയില്ലാതെ ഒരു സമയം വന്ന് പകരം ഷോപ്പ് ഇട്ടതാ. പക്ഷെ അത് ഇട്ട പിന്നെ പണിയില്ലാതെ ആയിട്ടില്ല. കരടീനെ കാണുമ്പോ കറക്റ്റ് കരടി, പെർഫെക്റ്റ് കരടിയാണ്. കമ്പി മെഷ് ഇട്ട് അതിന് പുറത്ത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ, അത് പച്ച, അത് ബ്ലാക്ക് ഉണ്ട്. പക്ഷെ നമുക്കത് ഷോപ്പിൽ അവൈലബിൾ അല്ല. ഞാൻ കോഴിക്കോട് അന്വേഷിച്ചു, ബ്ലാക്ക് പെയിന്റ് സ്പ്രേ ചെയ്തു. ഈ മെഷ് എന്ന് പറയുന്നത് ഈ സാധനത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. മൊത്തം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും ജെയിന്റ് സൈസിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. ഏകദേശം പുലി സൈസ് ടൈഗർ എത്ര വലിപ്പത്തിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിനെക്കാട്ടും ഒരു 10 സെന്റിമീറ്ററോട് ഹൈറ്റ് ഉള്ള ടൈഗർ ഉണ്ട്. അപ്പൊ നമ്മൾ അത്രയും അങ്ങോട്ട് എടുക്കാതെ അതിന് ഒരു 10 സെന്റിമീറ്റർ കുറച്ചിട്ട് ശരിക്കും ഒരു യഥാർത്ഥ സൈസാണ് നമ്മൾ സൈസ്. അതിന്റെ നീളവും വീതിയും നമ്മൾ എത്രയുണ്ട് ഹൈറ്റ് നോക്കും. ഹൈറ്റ് നോക്കി അതിനനുസരിച്ച് നമ്മൾ അതിന്റെ നീളം ഡിവൈഡ് ചെയ്യും. ഏകദേശം ഈ ഒരു സൈസിലുള്ള കാട്ടി ഉണ്ടാവില്ല. ഇതിനെക്കാട്ടും 10 സെന്റിമീറ്ററോടെ ഹൈറ്റ് ഉള്ള കാട്ടിയുണ്ട്. ഒറിജിനൽ ശരിക്കും മെഷർമെന്റ് ഒക്കെ എടുത്തിട്ടുള്ള പരിപാടിയാണ്. കൃത്യമായ അളവ് ഏകദേശം കൃത്യമായിരിക്കണം നമുക്ക്. ഇത് പക്ഷെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ സൈസ് ആയിട്ട് തോന്നും. നമുക്ക് കാട്ടിൽ കാണുമ്പോൾ ഇത്രയും ഫീൽ വരില്ല. അതിനൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മിന്നി മറയുന്നതോ നിൽക്കുന്നതോ കാണുന്നുള്ളൂ. ഇത്ര അടുത്ത് പോയി നമുക്ക് നിൽക്കാൻ ആർക്കും സമയമില്ല. അതിന്റെ സൈസ് നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇതിന് എന്തൊക്കെ പരിപാടിയുള്ള ഇനി ഫിനിഷിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്? ഇത് ഇപ്പൊ കണ്ണൊന്നും ചെയ്തിട്ടില്ല, മുഖം വർക്ക് ചെയ്തിട്ടില്ല. മുഖം വർക്ക് ചെയ്യാനുണ്ട്. ഇത് പ്ലെയിൻ ആയിട്ട് നമ്മൾ ബോഡി കളർ മാത്രം ചെയ്തിട്ടുള്ളൂ. ഒരു സ്ട്രക്ചർ ആയി. പിന്നെ അടിയിലൊക്കെ കുറച്ച് കട്ടിയാനും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ട്. മുഖം തനിയായിട്ട് എല്ലാത്തിനും നമ്മൾ കണ്ണ് അതുപോലെ നമ്മൾ ഒരു ഫിഗർ ചെയ്യുക. ശരി, 27-ാം തീയതി ഫിറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ്. 27-ാം തീയതിയിലേക്ക് സാധനം കൊണ്ട് എല്ലാം നമ്മൾ തന്നെ തയ്യാർ ചെയ്ത് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത്. ഇത് മരം ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. നമുക്ക് അവിടെ കൊണ്ട് ചെയ്യാനുള്ള സമയത്തിന്റെ ഒരു വിഷയം കാരണം. ഈ മരം അടക്കാണോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? മരം അടക്കാൻ കൊണ്ടുപോകുന്നത്. മരം അടക്കം ഇപ്പൊ ഇതില് മരം ഒന്ന് കളർ ചെയ്തിട്ട് മരം അടക്കം അങ്ങനെ കൊണ്ടുപോകും. ശരി, ഊരിയെടുക്കാൻ പറ്റില്ല. ഊരിയെടുക്കാൻ പറ്റാത്ത രീതിയിലായിട്ട് സൗന്ദര്യമുള്ള രീതിയിൽ ഒരു വളവ് വരുമ്പോൾ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. എന്തായാലും ഈ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് അയ്യൻകൊല്ലിയാണ് കേട്ടോ. അയ്യൻകൊല്ലി ഷോപ്പിന്റെ പേരെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വന്ന് കാണാനൊക്കെ. ഷോപ്പിന്റെ പേര് അജന്ത ഹോംനീഡ്സ് അയ്യൻകൊല്ലി. ഇതിന്റെ ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ ഇതിപ്പോ പൂപ്പൊലിയിൽ മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥലങ്ങളിലും എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്താൽ ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു തരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ കുറിച്ച് അറിയണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.